നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച 2 മണിക്ക്. ചർച്ചയോട് സഹകരിക്കുമെന്ന് പ്രതിപക്ഷം. CJP സമരത്തിലെ പെലറ്റ് ഗൺ പ്രയോഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. महत्वपूर्ण विधेयक पर हम चर्चा करें, संवाद करें, अपने मत और विचारों को रखें, सरकार से भी CJP സമരത്തിലെ പോലീസ് നടപടിയിൽ വീണ്ടും വിമർശനവുമായി സുപ്രീം കോടതി. പോലീസിന് നേരെയും അക്രമം നടന്നു. നിയമലംഘനങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നും സ്വതന്ത്ര അന്വേഷണം വേണമെന്നും സുപ്രീം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം A അജികുമാറിനെയും 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നടപടി കൊല്ലം വിജിലൻസ് കോടതിയുടേത്. താൻ നിരപരാധിയെന്ന് ആവർത്തിച്ചു PS പ്രശാന്ത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് വിഭാഗത്തിന് നൽകാതിരുന്നത് എന്തുകൊണ്ടെന്ന് കോടതി. സംസ്ഥാനത്ത് 200 മെഗാവാട്ട് സൗരോർജ്ജം വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യത. വൈദ്യുതി നിയന്ത്രണമുണ്ടാകുമെന്ന് KSEB. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം വെള്ളിയാഴ്ച. BJPക്ക് നിർണായകം. കൗൺസിലർ R സുഗതന്റെ കാര്യത്തിൽ ആകാംക്ഷ. സുഗതന്റെ അയോഗ്യത മറികടക്കാൻ നിയമ പോരാട്ടവുമായി BJP. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവിന് വെള്ളി മെഡൽ. നീന്തലിൽ 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശ് എന്നിറങ്ങും. പരീക്ഷാ ക്രമക്കേടിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ 2 മണിക്ക് ചർച്ച ആരംഭിക്കും. ചർച്ചയോട് സഹകരിക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. പെലറ്റ് ഗൺ ഉപയോഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ശക്തമായ പ്രതിഷേധം തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തുകയാണ്. ചോദ്യോത്തരവേള തന്നെ നടക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ രീതിയിൽ സഭ തടസ്സപ്പെടുത്തുന്നു. അതേസമയം ഇന്ന് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുകയാണ്. വിശദാംശങ്ങൾ. അഖില, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ചോദ്യപേപ്പർ ചോർച്ച അല്ലെങ്കിൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായകമായ ബില്ലും അതിന്മേലുള്ള നിർണായകമായ ചർച്ചയുമാണ് അടുത്ത മണിക്കൂറിൽ പാർലമെന്റിൽ നടക്കാനുള്ളത്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച 2 മണിയോടുകൂടി ലോക്സഭയിൽ ആരംഭിക്കും. 6 മണിക്കൂർ സമയമാണ് സ്പീക്കർ ഈ ചർച്ചയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. വിവിധ കക്ഷി നേതാക്കൾക്ക് അല്ലെങ്കിൽ വിവിധ കക്ഷികൾക്ക് കൃത്യമായിട്ടുള്ള സമയം അനുവദിക്കും. ആ ചർച്ചയ്ക്കൊടുവിൽ നോക്കിക്കാണേണ്ടത് പാർലമെന്റ് ലോക്സഭ ഐക്യകണ്ഠേന ബില്ല് പാസ്സാക്കുമോ എന്നുള്ളതാണ്. ചർച്ചയോട് സഹകരിക്കുമെന്നാണ് നിലവിൽ പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. വർഷകാല സമ്മേളനം ആരംഭിച്ച ഇത് 7ാം പ്രവൃത്തി ദിവസമാണ്. ഈ 7ാം ദിനത്തിലും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യ ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടും പിന്നീട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇപ്പോൾ ഈ വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് പ്രതിപക്ഷം തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. ഇന്ന് 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പെല്ലറ്റ് ഗൺ ഉപയോഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ CJP സമരത്തിലുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. പാർലമെന്റിനകത്ത് ക്രിയാത്മകമായ ചർച്ചകളും സംവാദങ്ങളും നടക്കണമെന്നും അത്തരമൊരു സന്ദേശമാണ് രാജ്യത്തിലേക്ക് പാർലമെന്റ് നൽകേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രതിഷേധിക്കുന്നതും സഭ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതും മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലും രൂക്ഷമായ വിമർശനം ഇത്തരത്തിൽ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വഴങ്ങാതെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളോടോ വഴങ്ങാതെ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായെന്നും തിരിച്ചും
ആക്രമണം ഉണ്ടായി എന്നുമൊക്കെ ഉള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. അഖില, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും നിലവിൽ സുപ്രീം കോടതി നടത്തിവരികയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലും ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തുന്നത്. അത്തരത്തിലൊരു ചോദ്യം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ചോദിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്ന നിഗമനമാണ് കോടതി മുൻപോട്ട് വെച്ചത്. ഒപ്പം കോടതി വ്യക്തമായ ചില നിരീക്ഷണങ്ങളും ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. സമരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായിട്ടുള്ള നടപടികളുണ്ടായി. ഈ സമരക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചു തുടങ്ങിയിട്ടുള്ള പരാതികൾ പോലും കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും അതിശക്തമായ അക്രമം ഉണ്ടായി എന്ന കാര്യവും, ഈ രണ്ട് കാര്യവും കോടതി ഒരേ സമയം നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹർജികളും ഒരുമിച്ച് തന്നെയാണ് കോടതി പരിഗണിക്കുന്നത്. അതായത് ഒന്ന്, ഈ സമരത്തിന് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമം, ഒപ്പം സുരക്ഷാ സേനയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം. ഈ രണ്ട് നടപടികളും ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഒരുമിച്ച് സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഒരു ഉത്തരവിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം, അത് ഏത് രീതിയിൽ, ഏത് തലത്തിലുള്ള അന്വേഷണമാകും കോടതി ഉത്തരവിടുക, കോടതി നേരിട്ടൊരു സമിതിയെ രൂപീകരിച്ചുകൊണ്ടൊരു സ്വതന്ത്ര അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും രണ്ട് തലങ്ങളും നിലവിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇന്നും കോടതി വ്യക്തമാക്കിയത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക്, സമരങ്ങൾക്ക് അത് ജനാധിപത്യത്തിലെ അവകാശമാണ് എന്ന കാര്യം കോടതി വ്യക്തമാക്കുമ്പോൾ തന്നെ ഇത്തരം സമരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ ഉണ്ടായാൽ അത് പ്രത്യേകം നേരിടണം. പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുള്ളതും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ നിർണായകമായൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയും ചെയ്തിരുന്നു. സമാധാനപരമായ ശരി ജിഷ്ണു, ഏതായാലും നിയമം കയ്യിലെടുക്കുകയും അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയതോടൊപ്പം തന്നെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് പ്രതിപക്ഷം കൂടി പിന്തുണയ്ക്കുകയാണെങ്കിൽ ലോക്സഭ പാസാക്കും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം A അജികുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. പ്രതികളെ ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. സുധീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, അല്പം മുമ്പാണ് പരിശോധന പൂർത്തിയായി, അതായത് വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവരെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? താൻ നിരപരാധിയാണ് എന്ന് PS പ്രശാന്ത് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും അല്പം മുമ്പാണ് വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കൊല്ലം പോലീസ് ക്ലബ്ബിൽ ഇരുവരെയും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുനകം അജികുമാറിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും അദ്ദേഹം ആ ഒരു അവസാനമായി നമ്മളോട് കാണുമ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് താൻ മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നുള്ള ഒരു പ്രതികരണം നടത്തിയതിനു ശേഷമാണ് പോലീസ് വാഹനത്തിൽ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനൊക്കെ പോയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണം മുൻപേ തന്നെ PS പ്രശാന്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്ന തന്റെ ഈ ചോദ്യം ചെയ്യലിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ അത് SITയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. 2025 ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ എന്തൊക്കെ നീക്കങ്ങളാണ് നടന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ദേവസ്വം ബോർഡിന്റെ 2025 ഭരണസമിതിക്ക് ഇതിനകത്ത് എത്രത്തോളം പങ്കുണ്ട് എന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഒപ്പം അജികുമാറിനെയും ചോദ്യം ചെയ്യുന്നതിന് SIT ആവശ്യപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതെന്നൊന്നും ദേവസ്വം ബോർഡിലെ മുതിർന്ന മറ്റംഗങ്ങളിലേക്കും മറ്റുമൊക്കെ ഒരു പക്ഷേ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ കടന്നേക്കാം. ഏതായാലും ഇവരിൽ നിന്ന് ലഭിക്കുന്ന നിർണായകമായ ചില വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികളിലേക്കോ അല്ലെങ്കിൽ തുടർ അറസ്റ്റുകളിലേക്കോ ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം കൊല്ലം വിജിലൻസ് കോടതി ഇരുവരെയും ഒരു ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ വിട്ടുകൊണ്ട് അനുമതിയായിരിക്കുന്നു. ഒരു ദിവസത്തെ കസ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 12:30 കൂടിയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയങ്ങൾ കൂടി മാത്രമാണ് ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുക. പ്രത്യേക അന്വേഷണ സംഘം ഇന്നത്തെ ദിവസം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ വിജിലൻസ് കോടതിയിൽ പ്രശാന്തിനെയും ഒപ്പം അജികുമാറിനെയും ഹാജരാക്കും. തുടർന്ന് അവരെ അവിടെ നിന്നും റിമാൻഡിലേക്ക് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ഏതായാലും ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുന്ന നിർണായക വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഇവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, SIT കണ്ടെത്തിയ ചില ആരോപണങ്ങൾ എന്ന് പറയുന്നത് 2019 സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാൻ 2025 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ഒപ്പം ദേവസ്വം ബോർഡ് അംഗം അജികുമാറും ചില
നിർണായക നീക്കങ്ങൾ നടത്തിയെന്ന് കൃത്യമായ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കും. സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുരുവായൂർ ദേവസ്വത്തിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് വിഭാഗത്തിന് നൽകാതിരുന്നത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. പാസ്വേഡ് ചോദിച്ചപ്പോൾ ദേവസ്വം ചെയർമാൻ ഓഡിറ്റ് വിഭാഗത്തിനെതിരെ പോലീസ് കേസ് കൊടുത്തുവെന്നും ഓഡിറ്റർമാർ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് രാജേഷ് വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. രാജേഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഓഡിറ്റർമാർ കോടതിയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞതാണ്. തങ്ങൾക്ക് ആവശ്യമായ രേഖകളൊന്നും ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്നുള്ളത്. വലിയ ക്രമക്കേടുണ്ട് എന്നുള്ള കണ്ടെത്തൽ കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ കോടതിയുടെ നിരീക്ഷണം എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. തീർച്ചയായും അഖില, ഓഡിറ്റർമാർ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയൊക്കെ വലിയ ആരോപണമാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഓഡിറ്റ് ചെയ്യുവാനായിട്ട് അക്കൗണ്ട്സ് ചോദിക്കുമ്പോൾ അതിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ചോദിച്ചപ്പോൾ അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് പോലീസ് പരാതി മടക്കി കൊടുത്തപ്പോൾ സ്വകാര്യ അന്യായം നൽകിയെന്നാണ് ഇപ്പോൾ ഓഡിറ്റർമാർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണക്ക് കൊടുക്കാതെ എങ്ങനെയാണ് അവർ ഓഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ കോടതി നിർണായകമായ ഒരു ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എല്ലാ മാസവും കൃത്യമായ കണക്ക് നൽകണം എന്നുള്ളതാണ്. എല്ലാ മാസവും കണക്ക് ബോധിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു കണക്കുമില്ലാതെ ഇങ്ങനെ പോകാൻ പറ്റില്ല. അത് ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പലതരത്തിലുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ വളരെ വ്യക്തമായ ഇതിൽ തന്നെ അതായത് ഓഡിറ്റർമാർ ഹൈക്കോടതിയിൽ വന്ന് ഉന്നയിക്കുന്നത് ഓഡിറ്റർമാർ ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ ഭരണസമിതിക്കെതിരെയാണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് ഓഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുവാനുള്ള കണക്കുകൾ ഇവർ കൃത്യമായി വരവ് ചെലവ് കണക്കുകൾ നൽകുന്നില്ല. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷമായിട്ട് വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്രമക്കേടുകൾ ഓഡിറ്റ് ഏതാണ്ട് 52 കോടി രൂപയോളം അതിലെ കണക്കിൽപ്പെടാതെ വന്നിട്ടുണ്ടെന്ന് ഓഡിറ്റർമാർ ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ പോലും അവഗണിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിന്റെ കണക്കുകൾ കൃത്യമായി ലഭിച്ചാൽ കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ സമഗ്രമായ ഒരു പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് 1 രൂപ പോലും ദേവസ്വത്തിന്റെ പൈസ അനധികൃതമായി പോവാത്ത രീതിയിൽ ഒരു ക്രമീകരണമാണ് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളിയാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം ബിജെപിക്ക് നിർണായകം. ജയിലിൽ കഴിയുന്ന കൗൺസിലർ ആർ സുഗതൻ അഭിഭാഷകൻ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഗതന്റെ അയോഗ്യത മറികടക്കാൻ നിയമപോരാട്ടം നടത്തുകയാണ് ബിജെപി. മാസത്തിൽ ഒരു കൗൺസിൽ യോഗം നിർബന്ധമെന്നിരിക്കെയാണ് ഈ മാസം അവസാനം യോഗം ചേരാൻ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആർ സുഗതൻ വെള്ളിയാഴ്ച ചേരുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ബിജെപിക്ക് ഏറെ നിർണായകമാകും. യോഗത്തിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്തു നൽകും. അതേസമയം സുഗതൻ അഭിഭാഷകൻ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷ മേയർ കൗൺസിൽ യോഗത്തിൽ സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചേരുന്ന യോഗം വീണ്ടും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടും. കഴിഞ്ഞ മാസം 29-നാണ് അവസാന യോഗം ചേർന്നത്. 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ഹൈക്കോടതിയിലും കാപ്പ ബോർഡിലും ജാമ്യത്തിൽ ഇളവ് ലഭിക്കാനായി നിയമപോരാട്ടം തുടരുകയാണ് ബിജെപി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ്. കൂടുതൽ പേർ സംഘത്തിലുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘത്തിലെ മുഖ്യപ്രതിയായ അഹമ്മദാബാദ് സ്വദേശി പാർത്ഥനെ പോലീസ് പിടികൂടി. മറ്റൊരു പ്രതിയായ ആകാശ് സിംഗ് ചൗധരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ലക്ഷ്യമാക്കിയ ലോൺ ആപ്പ് സംഘം പോലീസ് പിടിയിലാകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശ്രീകാര്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. കോൾ സെന്റർ മാതൃകയിൽ രാത്രിയിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. 18 ഉത്തരേന്ത്യക്കാരാണ് പിടിയിലായത്. ഇവർ കൂടുതലും പണം തട്ടിയെടുത്തത് അമേരിക്കക്കാരിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ രാജ്യക്കാരിൽ നിന്ന് കോടികളാണ് സംഘം തട്ടിയെടുത്തത്. ആപ്പ് തട്ടിപ്പിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായി. പാർത്ഥി എന്നയാൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് പിടിയിലാകുന്നത്. മറ്റൊരു പ്രധാന പ്രതിയായ ഗുജറാത്ത് സ്വദേശി ആകാശ് സിംഗ് ചൗധരി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് തന്നെ കൂടുതൽ കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതലിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. 100 കണക്കിന് സിം കാർഡുകളും മൊബൈലുകളും റെയ്ഡിൽ പിടിച്ചെടുത്തു. ഇവയുടെയും കമ്പ്യൂട്ടറുകളുടെയും പരിശോധനയിൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. എത്ര പണം തട്ടിയെടുത്തെന്ന് കണ്ടെത്താൻ വിദഗ്ധ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വാഗമൺ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. വാഗമൺ മൊട്ടക്കുന്നിലെ 4 പട്ടയങ്ങൾ സംബന്ധിച്ചാണ് പരിശോധന നടത്തുന്നത്. രേഖകൾ പരിശോധിച്ച് ഈ പട്ടയങ്ങളുടെ നിയമസാധുത കണ്ടെത്തും. 2012 കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് സർവേ നടത്തുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റവും വ്യാജ പട്ടയവും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുന്തുംപാറ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അനധികൃതമായി നൽകിയ പട്ടയങ്ങളും സംഘം പരിശോധിക്കും. പരിശോധിച്ചതിൽ ഇതിൽ ഒരു 11.5 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001 കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈ റേഞ്ച് ടൂറിസം ഡെവലപ്മെൻറ്റിന് പ്രപ്പോസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ 2 സ്ഥലങ്ങളും ഒന്ന് പരിശോധിച്ചിട്ട് പിന്നീട് ഈ സാവകാശം ഇതിൻ്റെ പട്ടയത്തിൻ്റെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. അത് പരിശോധിക്കണം. അതാണ് നേരത്തെ കൊടുത്ത പട്ടയത്തിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് ഇത് പതിവിന് വിധേയമാണോ, എന്തെങ്കിലും അഥവാ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. ടൂറിസം ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു 10 ഏക്കർ സ്ഥലമാണെന്ന് ബോർഡ് സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. അത് ഇതുവരെ കയ്യേറിയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഇനി ഇത് പട്ടയമുള്ളതാണ്. പട്ടയത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആയാൽ ഒഴിപ്പിക്കണോ അത് കയ്യേറ്റമാണോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ആശ്വാസം. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. പകലും രാത്രിയും യൂണിറ്റിന് ₹2.93 നിരക്കിലാണ് വൈദ്യുതി വാങ്ങുക. അതേസമയം സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും വൈദ്യുതി ഉപയോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ ഇന്നും സംസ്ഥാനത്ത് വൈകിട്ട് പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ സാബു ജേക്കബ് ഉണ്ടാക്കിയ പാർട്ടിയാണ് 2020 എന്ന അഖിൽ മാരാർ. തെരഞ്ഞെടുപ്പ് കൊണ്ട് സാബു ജേക്കബിന് സാമ്പത്തിക നേട്ടമുണ്ടായി. വിളിച്ചാൽ പോലും സാബു ജേക്കബ് ഇപ്പോൾ ഫോൺ എടുക്കാറില്ലെന്നും സ്വതന്ത്രനായി നിലകൊള്ളുമെന്നും അഖിൽ മാരാർ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇപ്പം 2020 വന്ന് മത്സരിക്കാനുണ്ടായ സാഹചര്യം കൊട്ടാരക്കര സീറ്റ് എനിക്ക് നൽകാമെന്നുള്ള ഉറപ്പായിരുന്നു. കൊട്ടാരക്കര സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് നൽകാത്തതിനെ തുടർന്ന് പല ചർച്ചകളും പല കാര്യങ്ങളും നടന്നതിന് ശേഷം തൃപ്പൂണിത്തറ പോലത്തെ ഒരു A ക്ലാസ് മണ്ഡലം നൽകാമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് 2.5 മാസമായി ഞാൻ പലപ്പോഴായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം ആണ് ചെയ്യുന്നതെന്ന് ഒരു മറുപടി ഇടുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം മാത്രമാണ് ലക്ഷ്യം. 2020 കൊല്ലത്ത് ഒരു ജില്ലാ പ്രസിഡന്റാക്കി നിങ്ങൾ എന്നെ വെക്കും, ഞാൻ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഈ 2020 ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിലയുള്ള പോസ്റ്റാണോ, അല്ലെങ്കിൽ കൊല്ലത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലും ഞാനിത് പറഞ്ഞു. അതിന് പോലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയില്ല. വലിയൊരു തുക അദ്ദേഹത്തിന് NDAയിൽ ചേർന്നതിനെ തുടർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പഴി ഞാനെന്തിനാ കേൾക്കുന്നത്? അല്ലെങ്കിൽ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി എന്തിനാ കേൾക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീട് മനസ്സിലായി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ കരുവാക്കിയൊരു മനുഷ്യനാണ്. അതായത് കിഴക്കമ്പലത്ത് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെ അധികാരം കയ്യിൽ വെച്ചെങ്കിൽ മാത്രമേ കിഴക്കമ്പലത്തിൽ നിന്ന് കിറ്റക്സിനെതിരെ വരുന്ന ഒരു പേപ്പർ വർക്ക് കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു വില്ലേജ് ഓഫീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ഇല്ലാതാവും. അപ്പോൾ തങ്ങളുടെ കൈകളിലേക്ക് അധികാരത്തെ കൊണ്ടുവന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അതേപോലെ തെരഞ്ഞെടുപ്പിലെ 19 നിയോജകർ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് 2019 അടുത്ത് മത്സരിച്ചത്? പോലീസ് സേനയിലെ സംഘടനകളെ പൊളിച്ചെഴുതിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത സംഘടനകൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നാണ് ആക്ഷേപം. UDF സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് ഇടത് അനുകൂല സംഘടനകളുടെ ആരോപണം. പോലീസുകാർ നിവേദനം നൽകിയതിനനുസരിച്ച് സംഘടന പുനഃസംഘടിപ്പിച്ചുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഈ വാദം സംഘടന തള്ളുകയാണ്. രാമ രാമ ജയ സീതാരാമ. രാമായണ മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനെത്തുന്ന ക്ഷേത്രമാണ് കോട്ടയം പയ്യപ്പാടിയിലെ വെണ്ണിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. കിഴക്കിന്റെ അയോധ്യ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വനവാസകാലത്ത് ശ്രീരാമലക്ഷ്മണന്മാർ ഇവിടെ എത്തിയിരുന്നുവെന്നാണ് വിശ്വാസം.
കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ശ്രീരാമലക്ഷ്മണന്മാരും കപില മഹർഷിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. സീതാദേവിയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ഇതുവഴി എത്തിയിരുന്നുവെന്നും അന്ന് കാടായിരുന്ന ഇവിടെ കപില മഹർഷി ഉൾപ്പെടെയുള്ള മഹർഷിമാർ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും അവരുടെ തപസ്സിന് വിഘാതം സൃഷ്ടിച്ചിരുന്ന അസുരന്മാരെ ശ്രീരാമന്റെ നിർദ്ദേശത്തോടെ ലക്ഷ്മണൻ തുരത്തിയെന്നുമാണ് വിശ്വാസം. ഈ വെന്നിമലയുടെ സംസ്കൃത നാമം വിജയാദ്രി എന്നാണ്. അതായത് വിജയത്തിൻ്റെ മല. അത് അസുരന്മാരെ തോൽപ്പിച്ച് ലക്ഷ്മണസ്വാമി ഇവിടെ തപസ് ചെയ്തിരുന്ന മുനിമാർക്ക് അഭയമരുളിയ സ്ഥലമായതുകൊണ്ടാണ് ഇത് വിജയത്തിൻ്റെ മല, അതായത് വിജയാദ്രി. അതിൻ്റെ മലയാളമാണ് വെന്നിമല എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ കപില മഹർഷി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 8-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിതമായത്. ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ഐതിഹ്യങ്ങൾ പലതുമുണ്ട്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒരുമിച്ച് വാഴുന്ന പ്രതിഷ്ഠയാണ് വെന്നിമല ക്ഷേത്രത്തിലേത്. ഒരു നടയിൽ 2 കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുമാണ് വെന്നിമല ക്ഷേത്രം. കർക്കിടക വാവു ബലിദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. സ്ഥലപുരാണത്തിൽ പറയുന്നത് വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്തിയ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ. അതായത് വിജയാചലത്തിലുള്ള വിജയാദ്രിയിലുള്ള തീർത്ഥക്കുളത്തിൽ ഭക്തി പുരസരം സ്നാനം ചെയ്ത് പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യന് ഗയാശ്രാദ്ധ ഫലം ലഭിക്കുമെന്നാണ്. അതായത് 12 തലമുറയ്ക്ക് ബലിതർപ്പണം ചെയ്ത ഫലം ഈ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കും എന്നുള്ള ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടക അമാവാസിക്ക് ഇവിടെ അഭൂതപൂർവമായ ഭക്തജനക തിരക്കാണ് അനുഭവപ്പെടുന്നത്. വർഷത്തിൽ 365 ദിവസവും പിതൃമോക്ഷത്തിനായി ബലിയിടാൻ സാധിക്കുന്ന ക്ഷേത്രവുമാണ് വെന്നിമല. ക്ഷേത്ര ശ്രീകോവിലിൽ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലം മണ്ണിനടിയിലൂടെ ഒഴുകിയെത്തുന്ന തീർത്ഥക്കുളത്തിലാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് അന്തിമ റിപ്പോർട്ട് നൽകുന്നത് വൈകും. വിശദ അന്വേഷണത്തിന് വിജിലൻസിന് PSC കൂടുതൽ സമയം അനുവദിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതിനാൽ സമഗ്രമായ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാണ് ആഭ്യന്തര വിജിലൻസ് അറിയിച്ചത്. അതേസമയം PSCയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കേസെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിനും ആശയക്കുഴപ്പം. FIR ഇട്ട് കേസെടുക്കുന്നതടക്കം നിയമോപദേശത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും. അതേസമയം അന്വേഷണം ക്രൈംബ്രാഞ്ച് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിനൊപ്പം മറ്റു പരീക്ഷകളിലും അന്വേഷണം തുടരുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം, തൃശൂർ, മലപ്പുറം ഉൾപ്പെടെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ അതിതീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാലാണ് സംസ്ഥാനത്തും മഴ ലഭിക്കുന്നത്. വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കനത്ത ചൂടിന് ആശ്വാസമായി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ മഴയാണ്. അന്തരീക്ഷ താപനിലയിൽ 3 ഡിഗ്രി സെൽഷ്യസിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് മേഖലകളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കോട്ടയത്ത് നവജാത ശിശുക്കളെ കടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന് പരാതി. ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നതെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭിണികളെ എത്തിച്ച് പ്രസവം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്നതായാണ് ആരോപണം. ഈ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് പറയപ്പെടുന്ന അസം സ്വദേശിയായ 22 വയസ്സുകാരിയുടെ പരാതിയിലാണ് അന്വേഷണം. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പാലാ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ടെന്നും പരാതിയിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിലെല്ലാം സംവിധാനം ചെയ്യുന്നുണ്ട്. 2 പേർ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് അന്വേഷിക്കുന്നുണ്ട്. എവിഡൻസ് എടുത്ത് ബാക്കി വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് കായിക മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. സ്റ്റേഡിയങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തുമെന്നും കായിക മേഖലയുടെ വികസനത്തിന് പൊതുസ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്തുൾപ്പെടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കായിക വകുപ്പിൻ്റെ കീഴിലേക്ക് വന്നിട്ടുള്ള സ്ഥാപനങ്ങളിൽ അസറ്റുകളുടെ ഒരു മാപ്പിംഗ് നടക്കുന്നുണ്ട്. ഒരു വൈറ്റ് പേപ്പർ ആ രീതിയിൽ പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. കായിക വകുപ്പിന് എവിടെയൊക്കെയാണ് സ്റ്റേഡിയങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് അനുബന്ധ സൗകര്യങ്ങളുള്ളത്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉള്ളത്,
എവിടേക്കാണ് നമുക്ക് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിവരണം സത്യത്തിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കായികവകുപ്പിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതെല്ലാം ഏകീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പദ്ധതി പോലും നിർത്തലാക്കുന്ന സമീപനമില്ല. എന്നാൽ അന്ന് തുടങ്ങിയതിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ വിഷയം ഉൾപ്പെടെയുള്ള അവിടെ മുടങ്ങി കിടക്കുകയാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് അവിടെ അതിനുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം തുടരുകയാണ്. ഭാരോദ്വഹനത്തിൽ മെഡൽ വേട്ട തുടരുന്നുണ്ട്. പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവിന് വെള്ളി മെഡൽ ലഭിച്ചു. ഭാരോദ്വഹനത്തിൽ നിരുപമ ദേവിയും ഹർജീന്ദർ കൗറും ഇന്ന് മത്സരത്തിൽ ഇറങ്ങുന്നുണ്ട്. നീന്തലിൽ 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശും 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ശ്രീഹരി നടരാജനും ഇന്ന് മത്സരിക്കുന്നുണ്ട്. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സജൻ പ്രകാശ് ഇന്നലെ തന്നെ ഫൈനൽ യോഗ്യത നേടിയിരുന്നു.